നാടോടി വിശ്വാസകഥകളിൽ പാഠഭേദമുണ്ടാവുക സ്വാഭാവികമാണ്. ഒരു ദേവതയുടെ പുരാവൃത്തം സംബന്ധിച്ച് ഒരു നാട്ടിൽ ഒരു പാരമ്പര്യ സമൂഹത്തിൽ പറയുന്ന കഥയായിരിക്കില്ല മറ്റൊരിടത്ത് പ്രചാരത്തിലുണ്ടാവുക. കുലവൻ ദൈവത്തെക്കുറിച്ച് നാടോടി പാരമ്പര്യത്തിൽ ലഭ്യമായ ഉൽപ്പത്തി കഥകൾ ഒരു വീഡിയോ ആയി കരുവറ ചാനലിൽ ഇന്ന് അപ്ലോഡ് ചെയ്തിരുന്നു. കുലവൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ച് ഒരു പാഠഭേദം കൂടി പറയാം. കുലവനെക്കുറിച്ച് കോഴിക്കോട് തന്നെയുള്ള മറ്റൊരു പുരാവൃത്തം നമുക്ക് കേൾക്കാം. ശ്രീ പരമേശ്വരനും പാർവതിയും കിരാതവേഷത്തിൽ ഭൂതഗണങ്ങളോടൊത്ത് വനത്തിലെത്തുകയും നായാട്ട് നടത്തുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അനുരാഗപരവശരായ പാർവതി പരമശിവന്മാർ സംയോഗത്തിലേർപ്പെട്ടു. അതിലൊരു കുഞ്ഞു പിറന്നു. ആ കുഞ്ഞിൻ്റെ ഉഗ്രമായ മുഖം കാണാൻ വയ്യാത്തതിനാൽ അമ്മ ശ്രീപാർവതി അതിനെ കുഴിച്ചിട്ടു. അതിനുശേഷം അവർ കാനനത്തിലൂടെ നിർബാധം സഞ്ചരിച്ചു. ശേഷം തിരിച്ച് കൈലാസത്തിലേക്ക് പോയി. കാലമേറെ കഴിഞ്ഞ് കാളി എന്നൊരു സ്ത്രീ ഭക്ഷ്യവസ്തുക്കളായ കിഴങ്ങ് വർഗ്ഗങ്ങൾ തേടി കൊട്ടയും പാരയുമായി വനത്തിലെത്തുകയും മണ്ണിൽ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തേജോരൂപനായ ഒരു കുഞ്ഞിനെ കാണുകയും ചെയ്തു. ആ കുഞ്ഞിനെ എടുത്ത് ചോലയിലെ വെള്ളത്തിൽ കുളിപ്പിച്ച് തൻ്റെ ചാളയിലേക്ക് അവർ കൊണ്ടുപോയി. അവിടെ വെച്ച് അതിവേഗം വളരുന്ന ഉഗ്രരൂപിയായ ആ കുഞ്ഞിന് കുലവൻ എന്ന് പേരിട്ടു. അക്ഷരാഭ്യാസവും ആയുധപ്പയറ്റും പഠിച്ച് നിപുണനായ കുലവൻ ഊരുകളിൽ വെച്ച് മികച്ച ഊരായ മുഖവൂരിലെത്തി. അവിടെ കാമ്പറത്ത് ഭഗവതിയെ തിരുവണക്കം ചെയ്തു. കാമ്പറത്തമ്മ തൻ്റെ മന്ത്രിയായി കുലവനെ നിശ്ചയിച്ചു എന്നും ഒരു പുരാവൃത്തം, ഒരു പാഠഭേദമുണ്ട്.